അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ അലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ അലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരിച്ചു പോകുമ്പോൾ യഥാർത്ഥ വിശ്വാസികളായി, മുഅ്മിനീങ്ങളായി, മുവഹിദീങ്ങളായി മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം സദാ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അതുകൊണ്ട് തന്നെ മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും, അള്ളാഹുവിൻ്റെ അടിമകളായിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു നൽകിയ മഹത്തായ സന്ദേശം അത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓരോ വെള്ളിയാഴ്ചയിലും ഖുത്ബ നടക്കുമ്പോൾ അതിൽ നിർബന്ധമായി പറയുന്ന ഒരേ ഒരു കാര്യം ഇത്തഖുല്ലാ എന്നുള്ളതാണ്. സൂറത്തുൻ നിസായിലെ 131 വചനം, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നാം നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്കും നിങ്ങൾക്കും നൽകുന്നതായ ഒരേ ഒരു വസിയ്യത്ത് അത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കൽ അനിവാര്യമാണ്. ആ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ ബാധ്യതയായി നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, എത്ര പേരാണ് നമ്മളിൽ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു വിലയിരുത്തലാവേണ്ടതുണ്ട്, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള വിലയിരുത്തൽ. നമുക്കറിയാം, 5 പതിറ്റാണ്ടിന് ശേഷം, വിവാഹം കഴിഞ്ഞ് 5 പതിറ്റാണ്ടിന് ശേഷം എന്ന് പറഞ്ഞാൽ 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാഹം ചെയ്തതായ ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നിലവിലെ വിവാഹം ഇരിക്കെ ഇസ്ലാമികമായി വിവാഹം കഴിച്ച് 50 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വിവാഹം ചെയ്യുക, ആളുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് താലി കെട്ടുക, മുസ്ലിം നാമധാരികളായ ആളുകൾ ചെയ്യുന്നതാണ്. ഇതുപോലെ കുറച്ച് മുമ്പ് ഒരു വക്കീലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 5 പതിറ്റാണ്ട് മുമ്പ് വിവാഹം ചെയ്തവർ വീണ്ടും വിവാഹം ചെയ്യുക, പത്രക്കാരുടെ മുമ്പിൽ വന്ന് വിവാഹം ചെയ്യുക. അതിന് പറയുന്ന ന്യായം
പെൺകുട്ടികൾക്ക് അനന്തരാവകാശം തുല്യമായി ലഭിക്കണം. ഇസ്ലാമികമായി വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. അത് അനന്തരാവകാശ നിയമമാണ്. പക്ഷെ അതിനെ മറികടക്കാൻ വേണ്ടി പെൺകുട്ടികൾക്ക് തുല്യാവകാശം ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മറ്റൊരു വിവാഹം കൂടി നടത്തുക, ഇവിടെയുള്ള മറ്റൊരു നിയമപ്രകാരം വിവാഹം നടത്തുക. അങ്ങനെയുള്ള വിവാഹം നടത്തി ആളുകൾക്ക് മുമ്പിൽ, പത്രങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാതെ മുസ്ലിം നാമധാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുപോലെ തട്ടമിട്ട് സ്കൂളിൽ പോയതിൻ്റെ പേരിൽ സ്കൂളിൽ പഠിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു സാഹചര്യവും നിലവിലുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യൻ പാരമ്പര്യം, ഭാരതീയം എന്നൊക്കെ നാം പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യമായി ജീവിക്കാനുള്ള സാഹചര്യം, അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതായ സാഹചര്യം, അതുപോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ തലമറക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യം. അതിന് പല രീതിയിൽ പല ആളുകൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലൊരു പ്രതികരണമായി എനിക്ക് കാണാൻ കഴിഞ്ഞത്, തലമറക്കുന്നതല്ല പ്രശ്നം, ആര് തലമറക്കുന്നു എന്നുള്ളതിലാണ് പ്രശ്നം. അതാണ് എനിക്ക് വളരെ ബുദ്ധിപരമായ, ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും നല്ല പക്വതയാർന്നിട്ടുള്ള നല്ല ഒരു പ്രതികരണമായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വർത്തമാന സാഹചര്യം എന്ന് പറയുന്നത്, ഫലസ്തീൻ പതാക കണ്ടതിൻ്റെ പേരിൽ രക്ഷിതാക്കളെ വിളിച്ചു വരുന്നതായ സ്കൂളുകൾ, അല്ലെങ്കിൽ ഫലസ്തീൻ പതാക നോട്ട് പുസ്തകത്തിലോ മറ്റോ ഇരിക്കുന്ന ഇടത്ത് കണ്ടതിൻ്റെ പേരിൽ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുന്നതായ സ്കൂൾ അധികാരികൾ, ഇതും വർത്തമാന സാഹചര്യമാണ്. മറ്റൊരു വർത്തമാന സാഹചര്യം എന്ന് പറയുന്നത്, സ്കൂൾ കലോത്സവങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിലും, സ്കൂളുകളിലും, സബ് ജില്ലാ തലങ്ങളിലും, ഡിസ്ട്രിക്ട് ലെവലിലും മറ്റൊക്കെ കലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തലത്തിലൊക്കെ കലാമാമാങ്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സ്കൂളിൽ ഫലസ്തീനെ കുറിച്ചുള്ളതായ കലാ ആവിഷ്കാരം നടത്തിയതിൻ്റെ പേരിൽ അതിനെപ്പോലും മറയിടുന്നതായ സാഹചര്യം, ഇതെല്ലാമാണ് വർത്തമാന കാലഘട്ടത്തിലെ ചില സാഹചര്യങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അനിത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മളോട് മാത്രമല്ല, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോടും ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളോടും നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടുമുള്ള അള്ളാഹുവിൻ്റെ വസീയത്തായി, നിർദ്ദേശമായി വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്ന മഹത്തരമായ സന്ദേശം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതായ സന്ദേശം. ഇത് വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. എന്നാൽ അന്തർദേശീയമായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്, അത് പലപ്പോഴായി ലോകത്ത് നടന്ന ഒരു സംഭവ വികാസത്തിന്റെ തനി ആവർത്തനമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ, റസൂലിന്റെ കാലഘട്ടം മുതൽ നടക്കുന്ന ഒരു സംഭവം ഇപ്പോഴും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താ? 67,000 ആളുകൾ ഗസയിൽ മരിച്ചു, 20,000 കുട്ടികൾ ഗസയിൽ കൊല്ലപ്പെട്ടു, 1722 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു, 2600ഓളം ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ കൊല്ലപ്പെട്ടു, 2600ഓളം ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുമ്പോൾ കൊല്ലപ്പെട്ടു, 242 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു, 200ഓളം പൈതൃക കെട്ടിടങ്ങൾ, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്, അത് തകർക്കപ്പെട്ടു, $300 ബില്യൺ നഷ്ടങ്ങൾ കണക്കാക്കപ്പെടുന്നു, 80% തൊഴിലില്ലായ്മ, 40% ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ. ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ ഒരു കരാറ് വരികയുണ്ടായി. എന്താണ്? വെടിനിർത്തൽ കരാർ, യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ. പക്ഷേ റസൂലിന്റെ കാലഘട്ടത്തിൽ നടന്ന അതേ ചതി
ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? കരാർ ലംഘനം. കരാർ ലംഘനം റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ജൂത വിഭാഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ പരാമർശം, സൂറത്തുൽ അൻഫാലിലെ പരാമർശം, അല്ലദീന അഹദ്ത മിൻഹും ثم ينقضون عهدهم في كل مرة وهم لا يتقون. الذين عاهدت منهم, താങ്കൾ കരാർ ചെയ്തതായ ആളുകൾ, ثم لا ينقضون عهدهم, പിന്നീട് അവർ എന്ത് ചെയ്യുന്നു? അവർ അവരുടെ കരാറിനെ പൊളിക്കുന്നു, കരാർ ലംഘിക്കുന്നു. ഫീ കുല്ലി മർ, ഓരോ പ്രാവശ്യം താങ്കൾ കരാർ ചെയ്യുന്നു, അവർ കരാർ പൊളിക്കുന്നു. വഹും ലാ യത്തഖൂൻ, അവരുടെ ഒരു വിശേഷണമായി ഖുർആൻ പറഞ്ഞത് ലാ യത്തഖൂൻ, അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സന്ദേശത്തിലേക്ക് വീണ്ടും വരികയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കാം. അള്ളാഹുവിനെ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അത് ഒരാൾക്കും ഭൂഷണമല്ല, സത്യവിശ്വാസികൾക്ക് തീരെ ഭൂഷണമല്ല. ഏത് ഘട്ടത്തിലും നമ്മൾ എവിടെയാണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, വീട്ടിലാണെങ്കിലും, നാട്ടിലാണെങ്കിലും, വിദേശത്താണെങ്കിലും, അടുക്കളയിലാണെങ്കിലും, കച്ചവട സ്ഥാപനത്തിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു ഉണ്ട്, എല്ലാം കാണുന്ന അള്ളാഹു ഉണ്ട്. ആ ഒരു ബോധ്യം നമുക്കിപ്പോൾ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, യഹൂദികൾ, ജൂതന്മാർ ഒരുപാട് കരാർ ലംഘനം നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ ബദറിൽ വിജയിച്ച സന്ദർഭത്തിൽ ബനു കൈനുക അവരോട് യഹൂദികൾ കരാർ ലംഘിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യഹൂദ് ബനി അൻ-നളീർ ബഅദ ഗസ്വതി ഉഹുദ്, ഉഹുദ് യുദ്ധത്തിന് ശേഷം ബനു നളീറിനോട് അവർ കരാർ ലംഘനം നടത്തിയിട്ടുണ്ട്. കരാർ പാലനം ചെയ്തതിന് ശേഷം കരാർ ലംഘനം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കരാർ ലംഘനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് ആശ്വാസമാകുന്നത് റസൂലിന്റെ വചനമാണ്. റസൂലിന്റെ വചനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഒരിക്കൽ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന അൽ-യഹൂദ്, ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന അൽ-യഹൂദ്, മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്തിട്ടല്ലാതെ കിയാമത്ത് നാൾ ഉണ്ടാവാൻ പോകുന്നില്ല. അത് ഉറപ്പാണ്, യുദ്ധം ഉറപ്പായിട്ടുണ്ടാകും. വഹത്താ യഖ്തബി അൽ-യഹൂദി മിൻ വറാഇൽ ഹജരി വശജർ, മരത്തിന്റെയും കല്ലിന്റെയും ഒക്കെ പിന്നിൽ ഒരു സാഹചര്യത്തിൽ ജൂതന്മാർ ഒളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഫയഖൂലുൽ ഹജർ അബിശജർ യാ മുസ്ലിം യാ അബ്ദല്ലാഹ്. അപ്പം കല്ലും അതുപോലെ തന്നെ മരമൊക്കെ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാ? യാ അബ്ദല്ലാഹ്, യാ മുസ്ലിം, അള്ളാഹുവിന്റെ അടിമയെ. ഇതാ ഹാദാ യഹൂദിയുൻ ഖൽഫി, എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ട്. ഫതആൽ ഫഖ്തുലു ഇല്ലൽ ഗർഖത് ഫഇന്നഹു മിൻ ശജറിൽ യഹൂദ്, വരൂ അവനെ കൊല്ലണം എന്ന് പറയും. അവനെ കൊല്ലണം എന്ന് വെറുതെ പറയല്ല. യഹൂദികൾ കരാർ ലംഘിക്കുന്നവരാണ്. അവരുടെ സ്വഭാവം, അവർ ചെയ്തതായ പാപം അത്രമേൽ വലുതാണ് എന്ന് പറയുന്നത് ഖുർആൻ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാനിടയായി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? വെടിനിർത്തൽ കരാറിലൂടെ രക്ഷപ്പെട്ടെന്ന് കരുതരുത്, ഗസയിലെ കൂട്ടക്കുരുതിക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പം വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി എന്ന് കരുതിയത് കൊണ്ട് ഗസയിൽ നടത്തിയ കൂട്ടക്കുരുതി, അതിനുള്ള ശിക്ഷ അത് ലോകം തരിക തന്നെ ചെയ്യും. ആരാ പറയുന്നത്? സ്പാനിഷ് പ്രധാനമന്ത്രിയായ പെഡ്രോ സാഞ്ചസ് എന്ന് പറയുന്നതായിട്ട് ഇപ്പോഴത്തെ സ്പാനിഷ് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹമാണ് പറയുന്നത്. അപ്പൊ ലോകം മൊത്തം പറയുന്നുണ്ട് ഇവർ ചെയ്യുന്നത് തെറ്റാണ്, മോശമാണ്, മാനവ കുലത്തിന് മോശമാണ്, മനുഷ്യരെ കൊന്നെടുക്കുക എന്നുള്ള ഏറ്റവും മ്ലേച്ഛമായ നീചമായ പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകം ഒന്നടങ്കം പറയുന്നുണ്ട്. അപ്പോഴും സത്യവിശ്വാസികളോട് എല്ലാവരോടുമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, അനിത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, നമുക്ക് നഷ്ടപ്പെട്ട ബർക്കത്ത്, നമുക്ക് നഷ്ടപ്പെട്ട ഇസ്സത്ത്, നമുക്ക് നഷ്ടപ്പെട്ടതായ വിശ്വാസികൾക്ക്, അതല്ലെങ്കിൽ സത്യവിശ്വാസികൾക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയം, അതിനെ തിരുത്തുക എന്നുള്ളതാണ്. ഇസ്സത്ത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്.
ബർക്കത്ത് ജീവിതത്തിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഒരു കല്യാണം വരികയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണ്ടേ? നമ്മൾ സാധാരണഗതിയിൽ കല്യാണത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ അത് ലളിതമായിരിക്കണം. അത് അള്ളാഹുവിനോടുള്ളതായ ഒരു സൂക്ഷ്മതയാണ്. നമ്മൾ സാധാരണഗതിയിൽ സ്ത്രീകളൊക്കെ കല്യാണങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാറുണ്ട്. പക്ഷേ ചിലർ പറയും, ഞാൻ ഈ കല്യാണത്തിനിട്ടത് അടുത്ത കല്യാണത്തിന് എനിക്ക് ഇട്ടുകൂടാ, എനിക്ക് മറ്റൊന്ന് വാങ്ങണം എന്ന് പറയാറുണ്ട്. അതൊരു ധൂർത്തല്ലേ? അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ഉപഭോക്തൃ സമൂഹത്തിലാണ്. കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആവശ്യത്തിനല്ല പലപ്പോഴും നമ്മൾ പലതും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരസ്യമാണ് നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്യങ്ങൾ കണ്ട് പലതും വാങ്ങുന്ന ആളുകളുണ്ട്. ചിലരുണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ അവരുടെ ഡിവൈസുകൾ മാറ്റുന്നതായ ആളുകളുണ്ട്. മൊബൈൽ ഫോണുകൾ വരുന്നതിനനുസരിച്ച്, അപ്ഡേറ്റുകൾക്കനുസരിച്ച് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾക്കനുസരിച്ച് മാറ്റി വാങ്ങുന്നതായ എത്രയോ പേരുണ്ട്. ഇത് ഈ ഒരു സമൂഹത്തിൽ പരസ്യത്തിൻ്റെ സ്വാധീനമാണ്. അപ്പം എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പല ആളുകളും കഹ്ഫ് പാരായണം ചെയ്യും. കഹ്ഫ് പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാണത് പാരായണം ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച ദിവസം. എന്നാണ് വെള്ളിയാഴ്ച ദിവസം തുടങ്ങുന്നത്? ഇന്നലെ മഗ്‌രിബിന് ശേഷം മുതൽ വെള്ളിയാഴ്ച ദിവസം തുടങ്ങുകയാണ്. ഇന്ന് മഗ്‌രിബ് വരെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇതിൽ ഏത് സമയത്ത് നമുക്ക് കഹ്ഫ് പാരായണം ചെയ്യാം. കഹ്ഫ് പാരായണം ഇന്ന് നമ്മൾ പാരായണം ചെയ്തപ്പോഴേ അതിലൊരു ആയത്തുണ്ട്. നമ്മൾ ഓതിയതായ ഒരു ആയത്താണ്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അൽ മാലു വൽ ബനൂൻ. നമ്മുടെ ജീവിതത്തിൽ മാലും ബനൂനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രിയോറിറ്റി നൽകിക്കൊണ്ടിരിക്കുന്നത്. സമ്പത്ത് ഒന്ന്, എല്ലാവരും പ്രിയോറിറ്റി നൽകുന്നതായ ഒരു കാര്യമാണ് സമ്പത്ത്. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. രണ്ടാമത് നമ്മൾ പ്രിയോറിറ്റി നൽകുന്നത് സന്താനങ്ങൾക്കാണ്. സമ്പത്ത്, സന്താനം, വാക്കുകൾ പോലും എന്തൊരു അഭേദ്യമായ ബന്ധമാണുള്ളത്. സമ്പത്തിന് നമ്മൾ എത്രയോ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സന്താനങ്ങൾക്കും നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത് രണ്ടിനെ കുറിച്ച് പറയുന്നു സീനത്തുൽ ഹയാത്തിദ് ദുനിയ. കാര്യം ശരി, സമ്പത്ത് വേണം, സന്താനം വേണം. പക്ഷേ അത് ദുനിയാവിൻ്റെ അലങ്കാരമാണ്. സമ്പത്തും സന്താനം എന്ന് പറയുന്നത് ഈ ജീവിതത്തിലെ അലങ്കാരമാണ്. വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്. എന്തെങ്കിലും നമുക്ക് ശേഷിപ്പുണ്ടെങ്കിൽ, തിരുശേഷിപ്പായി എന്തെങ്കിലും നമുക്കുണ്ടാകുമെങ്കിൽ അസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങളായിരിക്കും. ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല. നാളെ പ്രതീക്ഷയായി പരലോകത്തുണ്ടാവുക, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമായി ഉണ്ടാവുക, അത് ബാഖിയാത്തുസ് സാലിഹാത്ത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുക സ്വാലിഹായ കർമ്മങ്ങളാണെന്ന് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പാരായണം ചെയ്യും. ഇനി നമ്മളൊന്ന് പാരായണം ചെയ്യാൻ പോകുന്നുണ്ട്. ജുമാ നിസ്കാരത്തിൽ പാരായണം ചെയ്യാൻ പോകുന്ന ഒരായത്ത്, അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ഫഖാല തആല യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മക്കള് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഖുർആൻ സമ്പത്തിനെയും സന്താനങ്ങളെയും മക്കളെയും ഖുർആൻ പരിപൂർണമായി നിരാകരിക്കുകയല്ല, മറിച്ച് അത് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അത് തടയാതിരിക്കട്ടെ, അശ്രദ്ധരാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ആരെങ്കിലും അശ്രദ്ധരാക്കുകയാണെങ്കിൽ അത് അവർ പരാജിതരാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അത് ഇന്ന് സൂറത്തുൽ മുനാഫിഖൂനിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ രണ്ടായത്ത്, ഒന്ന് കഹ്ഫിൽ നമ്മൾ ഓതിക്കഴിഞ്ഞ ആയത്ത്,
ഒന്ന് ഓതാൻ പോകുന്ന ആയത്ത്, രണ്ടായത്തും നമ്മുടെ ചിന്തകളെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വർത്തമാന സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം എല്ലാം ഇന്ന് ബിസിനസ്സാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ ഒരു കുട്ടി മരിച്ചു. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. 6-7 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ജന്മന ചില പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. ആന്തരാവയവങ്ങൾക്ക്, കിഡ്നി പോലുള്ള അവയവങ്ങൾക്ക് ചില പ്രോബ്ലംസുകളുണ്ട് ആ കുട്ടി അധിക ദിവസമൊക്കെ സ്കൂളിൽ പോകും. എന്നാൽ മാസത്തിൽ 1-2 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസം സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാറുണ്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആ കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രാവിലെ 9 മണി മുതൽ ഹോസ്പിറ്റലൈസ്ഡ് ആ കുട്ടിയായി. രാത്രി വൈകുന്നേരമാകുമ്പോഴത്തേക്ക് കുട്ടി മരിച്ചു. ഏകദേശം രാത്രിയാകുമ്പോഴത്തേക്ക് മഗ്‌രിബാകുമ്പോഴത്തേക്ക് കുട്ടി മരിച്ചു. അപ്പം ആ ആശുപത്രിയിൽ വന്ന ബില്ല് കണ്ട് പിന്നെ ആ കുട്ടിയുടെ ജഡം, ഭൗതിക ബോഡി തിരിച്ചു കിട്ടാൻ കുറച്ച് സമയം വൈകി. കാരണം എന്താ, 70,000 രൂപ ബില്ല്. മേജർ ഓപ്പറേഷൻ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ എല്ലാം ബിസിനസ്സാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയാണ് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ രീതിയിലാണ് നമ്മളുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ നമ്മളുടെ ഭാഗത്ത്, അതല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. ഇങ്ങനെ ഒരു കാര്യം ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നു, മറുഭാഗത്താണെങ്കിൽ ചില ആളുകൾ പലിശയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഇക്കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ചിലരുടെ അക്കൗണ്ടുകളിൽ ഉണ്ടാവും, പലിശ ഉണ്ടാവും. വളരെ അല്പം ചില ആളുകൾ അതെടുത്ത് ഒഴിവാക്കാറുണ്ട്. പല പേരുകളിലാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ മഹാവിപത്ത്. ചിലരതേക്കുറിച്ച് പറയും സിമ്പിൾ ഇൻട്രസ്റ്റ്, ചിലരതിനെക്കുറിച്ച് പറയും പ്രോഫിറ്റ് മാർജിൻ, ചിലർ പലിശയെക്കുറിച്ച് പറയും അതെന്താണ്, ഡിവിഡൻസ്. അത് ഇൻട്രസ്റ്റ് ഒന്നല്ല, ഡിവിഡൻസ്. ഇങ്ങനെ പല പേരുകളിലും പല രീതികളിലും നമ്മൾ പല ഇൻവെസ്റ്റ്മെന്റുകളിലും ചേർന്ന് നമുക്ക് കിട്ടുന്ന ഡിവിഡൻസ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ പ്രഖ്യാപനം, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ ജീവിതത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖുലു റിബ, വിശ്വാസികളെ നിങ്ങൾ റിബ ഭക്ഷിക്കരുത്, പലിശ ഭക്ഷിക്കരുത്. അത് ഭക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മൽ ഫഖ്റു അഖ്ശ അലൈക്കും വലകിന്നി അഖ്ശ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത് അലാ മൻ ഖബ്ലക്കും വതനാഫസുഹാ കമാ തനാഫസുഹാ വതുഹ്ലികുകും കമാ അഹ്ലക്തുഹും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ ദാരിദ്ര്യം നിങ്ങളിൽ അത്ര കണ്ട് ഭയപ്പെടുന്നില്ല, പോവേർട്ടി അതേക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല. പക്ഷേ സമ്പത്ത് ഞാൻ ഭയപ്പെടുന്നുണ്ട്. നേരത്തെ 70,000 പിടിച്ചു പറ്റിയ ആ ആശുപത്രിയുടെ അത്യാഗ്രഹം ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നതായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നിങ്ങൾ ക്ലീൻ ചെയ്യാതെ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് നിങ്ങൾ ക്ലീൻ ചെയ്യാതെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടോ, എന്നിട്ട് അതിനും നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ, അതും ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇപ്പൊ കഴിഞ്ഞ മാസം ചിലർ എന്താണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു. ആ സമയത്ത് ചിലർ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിന്റെ എന്താണ് ടാക്സും കൂടി കൊടുത്ത ആളുകളുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താ, ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ അക്കൗണ്ടിൽ വന്ന് കിടക്കുകയാണ്, അതുപോലും എടുത്തൊഴിവാക്കാനുള്ള ഒരു ഈമാൻ ഇത്ര കാലമായിട്ടും ഞാനും നിങ്ങളും ഇത്ര കാലമായിട്ടും നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ സൂക്ഷ്മത, എവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി, എവിടെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. കാരണം മരണമാണ് നമുക്കെല്ലാവർക്കും അനുഭവിക്കാനുള്ള ഒരു യാഥാർത്ഥ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആളുകളൊക്കെ വയസ്സാണ്, പക്ഷെ വയസ്സാകുന്തോറും 2 കാര്യങ്ങൾ വയസ്സാകാതെ മനുഷ്യരിൽ നിലകൊള്ളും. ഇത് റസൂലിന്റെ വചനമാണ്. ആളുകളൊക്കെ വയസ്സാവും. യഖ്രിമു ഇബ്നു ആദം വതശിബ്ബു മിൻഹു ഇത്നതാൻ. എന്നാൽ 2 ചിന്തകൾക്ക് വയസ്സില്ല. ആളുകൾ എത്ര വയസ്സായാലും 2 കാര്യങ്ങൾക്ക് വയസ്സാവില്ല. അതെന്താ? അൽ ഹിർസു അലൽ മാൽ. ഒന്ന്, ധനത്തോടുള്ള താല്പര്യം. എത്ര വയസ്സായാലും ധനത്തോടുള്ള താല്പര്യം വയസ്സാകാതെ തന്നെ നിൽക്കും.
രണ്ടാമത്തെ കാര്യം റസൂല് പറഞ്ഞു വൽഹിർസു അലൽ ഉമർ, ആയുസ് നീട്ടിക്കിട്ടാനുള്ള താല്പര്യം. ഇതും വയസ്സാകാതെ എന്താണ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ആയുസ് കൂടുതൽ ഉണ്ടാവണമെന്ന ഒരു ചിന്തയും ധനത്തോടുള്ളതായ ഒരു അമിത ചിന്തയും മനുഷ്യനിൽ എത്ര വയസ്സായാലും വയസ്സാകാതെ നിലകൊള്ളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്താണ്. ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു എനിക്ക് തൗബ ചെയ്യണം എന്ന് പറഞ്ഞു. തൗബ ചെയ്യണം, അതെന്താ അങ്ങനെ ഒരാൾ പറയാം? എനിക്ക് തൗബ ചെയ്യണമെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിലെന്തൊക്കെയോ ഒരു ആത്മാർത്ഥതയുണ്ട്. കരഞ്ഞിട്ടാണ് മനുഷ്യൻ പറയുന്നത്. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പലിശയുടെ ഒരു ബാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം. അദ്ദേഹം പറയാം 1,23,000 രൂപ അദ്ദേഹം പലിശയുടെ കടക്കണിയിലാണ്. ജീവിതത്തിൽ വന്നുപോയ ആ ഒരു തെറ്റിന് അദ്ദേഹം നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച ഒരാൾ സൂചിപ്പിച്ചതാണ്, അദ്ദേഹത്തിന് ഒന്ന് രക്ഷപ്പെടണം. 4 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്, 1,23,000 രൂപ ഇൻട്രസ്റ്റും ഉണ്ട്. ഇങ്ങനെ ടോട്ടൽ എമൗണ്ട് 5,23 ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഈ പലിശയിൽ നിന്നെങ്കിലും എനിക്ക് മോചനം ലഭിക്കണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനം എന്നെ പേടിപ്പെടുത്തുന്നു. എന്താണ് റസൂലിൻ്റെ വചനം? റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യനെ കുറിച്ച് പള്ളിയിൽ വരും, ഫസ്റ്റ് സഫിലിരിക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പക്ഷേ അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അതുപോലെ തന്നെ അവൻ്റെ കുടിനീര്, അവൻ്റെ പാനീയം, ഇതെല്ലാം നിഷിദ്ധ. പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക? ലഹു, അവൻ എങ്ങനെ ഉത്തരം ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു. ആ ഒരു ഗതി ജീവിതത്തിൽ എനിക്കും ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് ഒരു മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച കരഞ്ഞു പറഞ്ഞപ്പോൾ വല്ലാതെ മനസ്സിന് വേദന. ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തൽ കൂടി അത് നമ്മുടെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കണം. എങ്ങനെ? നമ്മുടെ പലിശകൾ നമ്മൾ അത്തരം ആളുകൾക്ക് നൽകുക, നമ്മുടെ ബാങ്കിലെ ഇൻവെസ്റ്റ്മെന്റിലെ പലിശകൾ നമ്മൾ അത്തരം ആളുകൾക്ക് നൽകുക, അവരെ രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് നമ്മളും രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. ആ രീതിയിൽ ജീവിതത്തെ സംശുദ്ധമാക്കാൻ, ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് ആ രീതിയിൽ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറയുന്നത് എല്ലാവരോടുമുള്ളതാണ്. അനിത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയുന്നത് ഒരു ഖുത്ബയുടെ സാരാംശം അത് തന്നെയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് കൃത്യമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസിക്കും ഇബാദല്ലാഹ് വസാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തുടക്കത്തിൽ ഞാൻ പാരായണം ചെയ്ത ആയത്ത് സൂറത്ത് ആലിമ്രാനിലെ 92-ാമത്തെ ആയത്താണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നിങ്ങളിൽ ആരും തന്നെ നിങ്ങൾക്ക് നന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇത് ഒരു ജുസ്ഇൻ്റെ തുടക്കമാണ്. ഖുർആനിൽ 30 ജുസ് ഉണ്ടല്ലോ, അതിലൊരു ജുസ്ഇൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ആയത്തിലാണ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഈ ആയത്താണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഈ ആയത്തിന് ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ആയത്ത് ഇറങ്ങിയ ഒരു പശ്ചാത്തലം ഹദീത്തുകളിൽ നമുക്ക് കാണാവുന്നതാണ്. തഫ്സീർ ഇബ്നു കസീറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഖാന അബൂ തൽഹ അക്സർ അൻസാരിയും ബിൽ മദീന മാല. സമ്പത്ത് അധികമുള്ള ഒരു വ്യക്തിയായിരുന്നു അൻസാറുകളിൽപ്പെട്ട അബൂ തൽഹ. വഖാന അഹബ്ബു അംവാലി ഇലൈഹി ബൈറുഹ. ബൈറുഹ എന്ന സ്ഥലത്തെ ഒരു തോട്ടം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ആ തോട്ടത്തിൽ റസൂല് പോകാറുണ്ടായിരുന്നു, റസൂൽ അവിടെ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു, ഭക്ഷണം ഈത്തപ്പഴമൊക്കെ കഴിക്കാറുണ്ടായിരുന്നു, വെള്ളം കുടിക്കാറുണ്ടായിരുന്നു റസൂൽ ആ തോട്ടത്തിലൊക്കെ കയറിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഈ ആയത്തിറങ്ങിയപ്പോഴേ
അദ്ദേഹം അബൂ ത്വൽഹ റസൂലിനോട് പറഞ്ഞു, ഇന്നല്ലാഹ യഖൂൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്മ ജീവിതത്തിൽ ഉള്ളൂ എന്ന് ഖുർആനിൻ്റെ പ്രഖ്യാപനം ഉണ്ടല്ലോ, എന്ന് ആയത്തുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും, അദ്ദേഹം പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുഹായിലെ തോട്ടാണ്. ഞാൻ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിനെ നിക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം റസൂലിനോട് പറയുക. അപ്പോൾ റസൂൽ പറഞ്ഞു, അത് നല്ല നല്ല മുതലല്ലേ, ഒരുപാട് ലാഭം കിട്ടുന്ന മുതലല്ലേ, അത് പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാനാണോ താങ്കളുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് റസൂൽ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ റസൂൽ ഒന്ന് സംസാരിച്ചു. എന്നിട്ട് റസൂലിനോട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവസാനമായി അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ എല്ലാവർക്കുമായി അത് വീതിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പം നമ്മൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ അടുത്ത ദിവസം നെക്സ്റ്റ് പേഴ്സണാണ്, അടുത്ത ആളിൻ്റെ പേരിലാണ്. പക്ഷേ അവിടെ ഒരൊറ്റ ചോദ്യചിഹ്നമുണ്ട്, ആ സമ്പത്ത് നമുക്ക് ഖബറിൽ എത്രമാത്രമുണ്ട്? ആ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമ്മളെല്ലാവരും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പം ചെലവഴിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് വല്ലാത്തൊരു മനസ്സാണ്. നമ്മളുടെ ഇൻട്രസ്റ്റുകൾ എടുത്ത് ഒഴിവാക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതും വല്ലാത്തൊരു മനസ്സാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സൂറത്തു ശുഅറയിലെ 88-89 വചനം. അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ സമ്പത്തും സന്താനവും, വീണ്ടും സമ്പത്തും സന്താനവും എന്നുള്ള വാക്ക് വരികയാണ് വിശുദ്ധ ഖുർആൻ. അത് വല്ലാതൊന്നും ഉപകാരപ്പെടില്ല, പക്ഷെ ഉപകാരപ്പെടും ചില ആളുകൾക്ക്. അതാർക്കാണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടും തീർച്ച എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരലോകത്തേക്കായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചു, അൽ മുസ്ലിം അഹുൽ മുസ്ലിം. മുസ്ലിംസ് ആർ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവർ മുസ്ലിങ്ങൾ വിശ്വാസികൾ സഹോദരങ്ങളാണ്. വലാ യുസ്ലിമുഹു വലാ യുസ്ലിമു വമൻ കാന ഫീ ലാ യസ്ലിമുഹു വലാ യുസ്ലിമുഹു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല, അവർ തിന്മ ചെയ്യൂല. തിന്മ ഒരിക്കലും മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ല. വമൻ കാന ഫീ ഹാജത്തി അഖി, ഒരാൾ തൻ്റെ ബ്രദറിൻ്റെ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിലാണെങ്കിൽ കാൻ അല്ലാഹു ഫീ ഹാജത്തി, അള്ളാഹു അവൻ്റെ ആവശ്യത്തിന് അള്ളാഹു ഉണ്ടാകും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബ, ഒരു പ്രയാസം ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ, റിസറക്ഷൻ ഡേ, പരലോകത്ത് അള്ളാഹു അവൻ്റെ പ്രശ്നങ്ങൾ, അള്ളാഹു അവൻ്റെ പ്രയാസം തീർത്തു കൊടുക്കുന്ന, ഇവിടുന്ന് ഒരു പ്രയാസം തീർത്തു കൊടുക്കുക. ഓമൻ സത്തറ മുസ്ലിമ സത്തറ അല്ലാഹു യൗമൽ ഖിയാമ, ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ന്യൂനത മറച്ചേക്കാണെങ്കിൽ അള്ളാഹു അവൻ്റെ ന്യൂനത ഖിയാമത്ത് നാളിൽ മറച്ചു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്താണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത്തക്കാഫുലിൽ മാലി, സാമ്പത്തികമായ സഹായങ്ങൾ നമ്മൾ ചെയ്യണം. അത് സക്കാത്ത് കൊണ്ടാവാം, സദക്ക കൊണ്ടാവാം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിൽ സഹായിച്ചു കൊണ്ടാവാം. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു സുന്ദരമായൊരു മെസ്സേജ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കാം. എന്താണെന്നറിയാം, ഒരാൾ ബൈക്കിൽ 120 കിലോമീറ്ററിൽ യാത്ര ചെയ്തു. ബൈക്കിൽ 120 കിലോമീറ്ററിൽ ബൈക്കിൽ യാത്ര. ആ സമയത്ത് അപകടത്തിൽപ്പെട്ടു, ആക്സിഡൻറ്റിൽപ്പെട്ടു. അപ്പോൾ അവനെ ആംബുലൻസ് എടുത്ത് കൊണ്ടുപോയി. എത്ര കിലോമീറ്ററിൽ? 100 കിലോമീറ്റർ വേഗതയിൽ ആംബുലൻസ് എടുത്ത് കൊണ്ടുപോയി. അതിവേഗതയിൽ അവനെ രക്ഷപ്പെടുത്താൻ കൊണ്ടുപോയി. ഹോസ്പിറ്റലിലെത്തി, ആളെ രക്ഷപ്പെട്ടില്ല, മരിച്ചുപോയി. തിരിച്ച് അതേ ആംബുലൻസ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന 50 കിലോമീറ്റർ വേഗതയിലാണ്, 50 കിലോമീറ്റർ വേഗതയിൽ. പിന്നെ എപ്പോഴും വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അപ്പോൾ കയ്യിൽ കൊണ്ടുപോകുന്ന മയ്യത്തിനെ കൊണ്ടുപോകുന്ന സിസ്റ്റമൊക്കെ ചിലടത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പിന്നെ എന്താണ്, മക്ബറയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഖബറടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് വീണ്ടും വണ്ടിയിലാണ്. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അവനെ വീണ്ടും കൊണ്ടുപോകുന്നത് 20 കിലോമീറ്റർ വേഗതയിലാണ്. വേഗത പോയി. അപ്പോൾ ജീവിതത്തിന് സമയത്തിന് എന്തെങ്കിലും ഒരു വില വേണമെങ്കിൽ ജീവിച്ചിരുന്നാലേ വില ഉണ്ടാവുള്ളൂ. അത് വല്ലാത്തൊരു മെസ്സേജാണ്. അപ്പം അങ്ങനെയുള്ള ചില മെസ്സേജുകൾ. അതുപോലെ അറബിയിൽ ഒരു പഴമൊഴിയുണ്ട്, അൽ വഖ്തു കസൈഫ് ഇല്ലം തഖ്തഉഹു യഖ്തഉക.
സമയം എന്നുള്ളത് വാള് പോലെയാണ്. ആ സമയത്ത് നീ മുതലാക്കിയില്ലെങ്കിൽ അത് വാള് പോലെയാണെന്ന് പറഞ്ഞാൽ നിന്നെ അത് മുറിച്ച് കളയും, നിന്റെ ആയുസ് തീർന്നു പോകും. അത് വാള് പോലെയാണ്. സമയത്ത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതുപോലെ കണ്ട മറ്റൊരു സന്ദേശമാണ്, മനുഷ്യൻ മണ്ണിനെ ഏക്കർ കണക്കിന് അളക്കുന്നുണ്ട്, പക്ഷെ മണ്ണ് മനുഷ്യനെ 6 അടി മണ്ണിൽ ഒതുക്കുന്നതാണ്. ഏക്കർ കണക്കിന് ഇപ്പോഴും സ്ഥലം അളക്കാനും അതൊക്കെ നമുക്ക് സമ്പത്തിനോടുള്ള താല്പര്യവും ത്വരയും ആഗ്രഹവും വളരെ കൂടുതലാണ്. പക്ഷെ മണ്ണ് മനുഷ്യനെ അത് ഒതുക്കാൻ പോകുന്നത് വെറും 6 അടി മണ്ണിലാണ്. നമ്മൾ എത്ര സമ്പത്ത് അല്ലെങ്കിൽ മണ്ണ് അളന്ന് ഇങ്ങനെ എടുത്തിട്ടും കാര്യമില്ല. സെൻറ്റാണോ, ഹെക്ടറാണോ, സ്ക്വയർ ഫീറ്റ് ആണോ, എത്ര അളന്നെടുത്തിട്ടും കാര്യമില്ല. 6 അടി മണ്ണിലാണ് മണ്ണ് മനുഷ്യനെ എന്താക്കാൻ പോകുന്നത്, ഒതുക്കാൻ പോകുന്നത്. ഈ ഒരു മെസ്സേജുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. മരണത്തിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം. എന്താണ് ചിന്തിക്കേണ്ടത്? മാ ഇന്ദക്കും യംഫു, നമ്മളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും. പക്ഷേ ഉമാ ഇന്ദല്ലാഹ് ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അതെന്നും അവിടെ ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ ഓതിയ സൂറത്തുൽ കഹ്ഫിലെ വചനം, വൽബാഖിയാത്തു സ്വാലിഹാത്ത്. വൽബാഖിയാത്തു സ്വാലിഹാത്ത്, അവസാനം ഉണ്ടാവുക സ്വാലിഹാത്തുകളായ കാര്യങ്ങളായിരിക്കും. അതിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ പള്ളിക്ക് വേണ്ടി ഇന്നത്തെ കളക്ഷൻ കൊടുക്കും, ഈ പള്ളിക്ക് വേണ്ടി, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാളെ നമുക്കത് വെളിച്ചമാണ്. ആ ഒരു ഗ്രേറ്റ് ഇൻറ്റൻഷൻ, നല്ലൊരു നിയ്യത്ത്, ആ നിയ്യത്തോടു കൂടി നമ്മളത് ചെയ്യണം. നമ്മൾ സക്കാത്ത് കൊടുക്കും, അത് എൻ്റെ പരലോകമോക്ഷത്തിനാണ് എന്നുള്ളത് ആ ഒരു നിയ്യത്ത്, ആ നിയ്യത്ത് നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ സമൂഹവുമായി ഇടപഴകുന്നു, അവിടെയും നമ്മൾ നല്ല രീതിയിൽ ഒരു വിശ്വാസിയായി ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആ രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷൻ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല രീതിയിൽ അതിനെ നമ്മൾ ചെയ്യുക. നമ്മളിങ്ങനെ കൊടുക്കുന്നത് അത് നമുക്ക് വെളിച്ചമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക. സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഫയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹു നമ്മളിൽ രോഗം കൊണ്ട് ദുആക്ക് കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ദുനൂബനാ യാ ഗാഫിറൽ മുദ്നിബീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.